കള്ള് ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത്. അപ്പോൾ കള്ള് ചെത്തുന്ന കത്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതിനെ പല കഷ്ണങ്ങളാക്കിയാൽ ഷേവിങ്ങിന് ഉപയോഗിക്കാം. ഇത് പറഞ്ഞത് ഞാനല്ല, ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ഗുരുദേവൻ്റെ നാട്ടിൽ ഞാൻ ഏത് ഭാഷ ഉപയോഗിച്ച് വിളിക്കണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് മിളയച്ചമായ ഭാഷ ഉപയോഗിച്ച് വേണം പറയേണ്ടത്. കാരണം തലയ്ക്ക് ഓളമില്ലാത്ത, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ യോഗ്യതയില്ലാത്ത ഒരാൾ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും പിണറായിസത്തിൻ്റെയൊക്കെ ഭാഗമായും വലിയ വലിയ ആളുകളെ വെട്ടുന്നതിൻ്റെയൊക്കെ ഭാഗമായി എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹം ഒരു വശത്ത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയും കൂടെയാണ് എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഒരു ഗതികേട്. ഒരു വശത്ത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാണ്, മറുവശത്ത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഘട്ടം ഘട്ടമായി മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. KPS ലളിത നേരത്തെ വലിയ പരസ്യത്തിൽ വന്ന് പറഞ്ഞതാണ്. ഇന്നസെൻറ്റും KPS ലളിതയും കൂടി, ഇന്നച്ചനും KPS ലളിത ചേച്ചിയും കൂടി ഘട്ടം ഘട്ടമായി ഞങ്ങൾ LDF വരും, എല്ലാം ശരിയാക്കും, ഘട്ടം ഘട്ടമായി ഞങ്ങൾ മദ്യനിരോധനം നടപ്പിലാക്കും, മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ മദ്യത്തിൻ്റെ സമയം കൂട്ടുന്നു, രാത്രി 12 മണി വരെയാക്കുന്നു. പിന്നെ അവിടെ പാലക്കാട് നിങ്ങൾ ഇതിനുള്ള ബ്രൂവറി ഫാക്ടറി കൊണ്ടുവരുന്നു. നിങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ 100-200 ഇരട്ടിയിലധികം ബാറുകൾ അനുവദിച്ചു. വലിയ തോതിലാണ് നിങ്ങൾ ഈ രംഗത്ത്, മദ്യരംഗത്ത് നിങ്ങളുടെ ഒരു നിലപാട് വന്നതെന്ന് ഒരു ചാനലിൽ ചർച്ച നടക്കുകയാണ്. അവിടെ നമ്മുടെ MP രാജേഷ് മന്ത്രി പറയുകയാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് മദ്യവർജനം തന്നെയാണ്. പക്ഷേ കൂടുതൽ ഷാപ്പ് വന്നതുകൊണ്ടോ ബാർ വന്നതുകൊണ്ടോ സമയം കൂട്ടിയത് കൊണ്ടോ ഇനി 24 മണിക്കൂറായതുകൊണ്ടോ ആളുകൾ മദ്യം കുടിക്കണമെന്നില്ല. ഇയാളെ ഏത് കോത്താഴത്താണ് സ്കൂളിലാണ് പഠിപ്പിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചത്? എൻ്റെ നാവ് ചൊറിഞ്ഞു വരികയാണ്. 2 കാരണങ്ങളാണ് ചൊറിയുന്നത്. ഒന്ന് മദ്യമാണ് കാര്യം, അതുകൊണ്ടും ചൊറിയുന്നു. രണ്ടാമത് ഇയാളുടെ ഈ പോഴത്തരം കേട്ടും ചൊറിയുന്നു. എന്നാലും ഞാൻ വളരെ നിയന്ത്രിച്ചായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ഹേ മനുഷ്യ രാജേഷേ, സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ്? ഒരു വസ്തു, അത് ഗഞ്ചാവായാലും ലഹരി പദാർത്ഥമായാലും ഏതൊരു വസ്തുവായാലും സുലഭമായി കിട്ടുകയാണെങ്കിൽ, തൊട്ടടുത്ത് കിട്ടുകയാണെങ്കിൽ, 24 മണിക്കൂറും കിട്ടുകയാണെങ്കിൽ, ഓൺലൈനിൽ കിട്ടുകയാണെങ്കിൽ, വിചാരിക്കുന്ന സ്ഥലത്ത് വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന രീതിയിൽ വിചാരിക്കുന്ന അളവിൽ കിട്ടുകയാണെങ്കിൽ ജനങ്ങൾ അതിലേക്ക് പോകുമെന്നുള്ളത് സാമാന്യ സമൂഹ മനഃശാസ്ത്രമാണ്. ഇങ്ങനെയാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഇവിടെ ഗഞ്ചാവ് ലഹരി പദാർത്ഥം കൊടുക്കുക. ആളുകൾ കഴിക്കുന്നവർ കഴിക്കും, കഴിക്കാത്തവർ കഴിക്കത്തില്ല. എന്തിനാണ് അത് നിരോധിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഗഞ്ചാവ് ശകലം കയ്യിൽ വെച്ചു, അല്ലെങ്കിൽ ലഹരി പദാർത്ഥം കൊക്കൈൻ കയ്യിൽ വെച്ചു, ലഹരി പദാർത്ഥം കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് സകല ആളുകളെയും, സെലിബ്രിറ്റികളെയും, സിനിമാ നടന്മാരെയും സിനിമാ നടികളെയും എല്ലാവരെയും പിടിച്ച് ജയിലിലിടുന്നത്? മയക്കുമരുന്ന് ആളുകൾ വേണമെങ്കിൽ ഉപയോഗിക്കും, പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ. വേണമെന്നുള്ളവർ ഉപയോഗിക്കും, വേണ്ടാത്തവർ ഉപയോഗിക്കില്ല എന്നുള്ള കൺസെപ്റ്റുള്ള രാജ്യങ്ങളുണ്ടല്ലോ. കേരളത്തിൽ, ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത് നിരോധിക്കുന്നു? എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നു? ഞാൻ ഈ പറഞ്ഞതുപോലെ സുലഭമായി ഇത് കിട്ടുകയാണെങ്കിൽ, കയ്യെത്ത ദൂരത്ത് കിട്ടുകയാണെങ്കിൽ, അസമയത്തൊക്കെ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായി ജനങ്ങൾക്ക് വാങ്ങി കുടിക്കാനും ഉപയോഗിക്കാനുള്ള ട്രെൻഡ് കൂടുതലായിരിക്കും. ഇത് സാമാന്യ മനഃശാസ്ത്രമാണ്. നിങ്ങളുടെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഒരു ജിഹുവായിട്ടൊക്കെ എപ്പോഴും വർത്തമാനം പറയുന്ന ഡോക്ടർ അരുൺ ബി നായർ എന്നാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു. എന്തായാലും അരുൺ എന്നാണ് തുടക്കത്തിൽ. ഡോക്ടർ അരുണുണ്ട്, അദ്ദേഹം മനഃശാസ്ത്രജ്ഞനാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടാൽ ഒരു ഇടതുപക്ഷ ലൈനിലാണ് സംസാരിക്കുന്നത്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ മോട്ടിവേഷനൊക്കെ വരും. അദ്ദേഹം വേറെ ലൈനിലാണ്. ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിനെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരോട് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകളോട്, സൈക്കോളജി പഠിച്ചവരോടൊക്കെ ഒന്ന് സംസാരിക്കണം മിസ്റ്റർ രാജേഷ്. അല്ലെങ്കിൽ സംസ്ഥാനത്തൊരു കണക്കെടുക്കണം. കണക്കെടുത്തിട്ട് വേണം ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ. മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഓക്കെ. മദ്യം ഷാപ്പ് ഞങ്ങൾ കൊടുക്കും, ഓക്കെ. അവിടെ വെച്ച് നിങ്ങൾ നിർത്തിയാൽ ഓക്കെ. പക്ഷേ മദ്യം കൂടുതൽ കൊടുത്തത് കൊണ്ട് ആളുകൾ കൂടുതൽ ഉപയോഗിക്കണമെന്നില്ല എന്ന് പറയുന്നിടത്ത് വലിയ ഒരു പ്രശ്നമുണ്ട് മാഷേ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു വലിയ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയ ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സോ മറ്റോ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ കുട്ടിക്കാലത്തെ കോളേജ് പഠിക്കുമ്പോഴേ തുടങ്ങിയതാണ് സിഗരറ്റ് വലിയ മദ്യപാനോ. എനിക്ക് ഇപ്പോഴും അത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ബോഡിയിലും മൈൻഡിലും അതങ്ങ് ചേർന്ന് പോയി. ഇതാണ് മനഃശാസ്ത്രം, ഇതാണ് ശരീരശാസ്ത്രം. ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് സുലഭമായി കിട്ടിയാൽ
എളുപ്പത്തിൽ കിട്ടിയാൽ, കയ്യെത്തും ദൂരത്ത് കിട്ടിയാൽ, അടുത്ത് കിട്ടിയാൽ അവർ കൂടുതൽ ഉപയോഗിക്കും. ഇതാണ് മനഃശാസ്ത്രം. ഈ മനഃശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം അറിയാതെ മദ്യത്തിനെതിരെയുള്ള വർത്തമാനം താങ്കൾ പറഞ്ഞത് ശരിയായില്ല. ഞങ്ങൾ മദ്യം കൊടുക്കുന്നവരാണ്, കുഴപ്പമില്ല. ഞങ്ങൾ ടെക്നോ പാർക്കുകളിൽ മദ്യവിതരണത്തിന് ഞങ്ങൾ ശ്രമിച്ചതാണ്. ആളുകൾക്ക് മദ്യം കുടിക്കാം. പിണറായിയുടെ ലൈനും അതാണ്. ആളുകൾക്ക് മദ്യം കുടിക്കാം, അർമാദിക്കാം, ചുംബനം നടത്താം, റോഡിൽ ചുംബിക്കാം. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം മാനവീയം വീതിയിൽ ഒരു ചെറുക്കനും ഒരു പെൺകുട്ടിയും കൂടി, പെൺകുട്ടി, വനിതയെന്ന് പറയാൻ പറ്റില്ല, പെൺകുട്ടിയും കൂടി നല്ല ഗഞ്ചാവ് അടിച്ച് വെള്ളം അടിച്ചും കൊണ്ട് അവിടെ കിടന്ന് വളരെ പരസ്യമായി ചുംബിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. വേണ്ട പോലെ കുറേ ചെറുപ്പക്കാരിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. നടത്താം, എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കാം. ആർക്ക്? ഗവൺമെൻറ്റിന്. വളരെ ഫ്രീ സെക്സ് അനുവദിക്കാം, വേശ്യാലയങ്ങൾ അനുവദിക്കാം, പ്രോസ്റ്റിറ്റ്യൂഷന് ലൈസൻസ് കൊടുക്കാം, എല്ലാം ചെയ്യാന്നേ. എന്നിട്ട് പറയാം ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്, ഇതൊന്നും കൊടുക്കലല്ല, ഇതൊക്കെ വർജിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് ഇതെല്ലാം കൊടുക്കുകയും വേണം. കൃത്യമായി ക്രോസ് മസാജ് കൊടുക്കണം, എല്ലാം കൊടുക്കണം രാജേഷേ. ഇതെല്ലാം പൈസ വരുന്നതാണ് രാജേഷേ, നന്നായി പൈസ വരും, സർക്കാരിന് ഇൻകം വരുന്നതാണ്. മദ്യവും ലോട്ടറിയാണ് നിങ്ങളുടെ പ്രധാന ഇൻകം. രണ്ടും ചൂതല്ലേ? ഒന്ന് ഗാംബ്ലിങ്, ഒരുപാട് ആളുകൾ ജോലി എടുക്കുന്നു, പണിയെടുക്കുന്നു, ഒരുപാട് ആളുകളുടെ ജീവനമാണ്, ഉപജീവനമാണ്. പ്രത്യേകിച്ച് അംഗപരിമിതക്കാരുടെയൊക്കെ ഒരു ഉപജീവനമാണ് അത്. അതുകൊണ്ട് അതിനകത്ത് പറയുന്നതിൻ്റെ ഒരു വൈകാരിക വിഷയം കൂടെ ഉണ്ട്. എന്നാൽ പോലും ലോട്ടറി എന്ന് പറഞ്ഞാൽ ഗാംബ്ലിംഗ് ആണ്. കുറച്ച് പേര് കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് ഒരാളിനോ 2 പേർക്ക് കൊടുക്കുന്നത്, അത് കറക്റ്റ് ചൂതാട്ടമാണ്. ആ ചൂതാട്ടത്തിലൂടെയും അതുപോലെ ആളുകളെ മദ്യം കുടിപ്പിച്ചുമാണ് പണമുണ്ടാക്കുന്നത്. രാജേഷിൻ്റെ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ശരിക്കും ഒരുതരം ഭ്രാന്ത് വർത്തമാനമാണ് രാജേഷ് പറയുന്നത്. എന്താണ് രാജേഷ് അതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? മന്ത്രിമാർ, MLA മാർ, സെലിബ്രിറ്റിമാർ, IAS-കാർ, സാഹിത്യകാരന്മാർ, സംസ്കാര നായരൊക്കെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, ഓരോ വാചകവും, ഓരോ സെൻറ്റൻസും, ഓരോ പാരഗ്രാഫും, ഓരോ പ്രസംഗവും സമൂഹത്തിന് സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ MP രാജേഷിനെ പോലെയുള്ള ആളുകൾ എന്ത് സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് വളരെ സങ്കടകരമാണ്. താങ്കൾ മന്ത്രിയായത് ഈ കാലത്തിൻ്റെ ഒരു ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മദ്യത്തിനെതിരെ KCBC-ക്കാരും ഗാന്ധിയൻ സമിതിക്കാരും മദ്യവർജന സമിതിക്കാരും 100 കണക്കിന് സമരങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ മദ്യം കൊടുത്തോളൂ, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇനി ആളുകൾക്ക് ഈ ഓണം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ആളുകൾക്ക് ഫ്രീ ആയിട്ട് മദ്യം കൊടുക്കുക, അങ്ങനെയും നിങ്ങൾ വോട്ട് പിടിക്കുക, അതൊന്നും വിഷയമല്ല. പക്ഷേ തള്ളരുത്. മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും മദ്യം കൂടുതൽ കൊടുത്തത് കൊണ്ട് ആളുകൾ കൂടുതൽ ഉപയോഗിക്കണമെന്നില്ല എന്നും താങ്കൾ തള്ളുമ്പോൾ താങ്കൾ ഭരണഘടനാപരമായ ഒരു സ്ഥാപനത്തിലിരിക്കാൻ അയോഗ്യനാണെന്ന് കൂടി തെളിയിക്കുകയാണ്.